നമസ്കാരം. കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത് വിദുര ജന്മമെടുത്ത യമധർമ്മൻ്റെ കഥയാണ്. വേദവ്യാസമുനിക്ക് അംബികയുടെ ദാസിയിൽ ജനിച്ച പുത്രനാണ് വിദുരൻ. മാണ്ഡവ്യൻ എന്ന മുനിയുടെ ശാപം നിമിത്തം യമധർമ്മൻ മനുഷ്യനായി പിറക്കേണ്ടി വന്നു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ കഥ തുടരുമ്പോൾ മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ ആശ്രമത്തിൽ കണ്ടപ്പോൾ മുനിക്കും മോഷണത്തിൽ പങ്കുണ്ടായിരിക്കുമെന്ന് രാജഭടന്മാർ നിശ്ചയിച്ചു. അവർ തൊണ്ടിയോടൊപ്പം മുനിയെയും പിടിച്ചുകൊണ്ടുപോയി രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കി. ശൂലത്തിൽ കയറ്റി മുനിയെ കൊല്ലട്ടെ എന്ന് രാജാവ് കൽപ്പിച്ചു. ഭടന്മാർ അതിൻ പ്രകാരം മുനിയെ ശൂലത്തിൽ കയറ്റി. മുനി മരിച്ചില്ല. വളരെ കാലം ജലപാനം പോലുമില്ലാതെ അദ്ദേഹം ശൂലത്തിൽ കിടന്നു. മാണ്ഡവ്യ മുനിയുടെ തപശക്തി കണ്ട് മറ്റ് മുനിമാർ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ആകർഷിക്കപ്പെട്ടു. മാണ്ഡവ്യൻ്റെ കിടപ്പ് കണ്ടിട്ട് മുനിമാർ വളരെയേറെ ദുഃഖിച്ചു. അവർ ചോദിച്ചു, ഹി ദ്വിജസത്തമ, ഇപ്രകാരം ശൂലത്തിൽ കയറ്റുന്ന ശിക്ഷ അനുഭവിക്കത്തക്കവണ്ണം എന്ത് കുറ്റമാണ് അങ്ങ് ചെയ്തത്? മാണ്ഡവ്യ മുനി പറഞ്ഞു, എന്നെ ആരും ദ്രോഹിച്ചിട്ടില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല. ഈ നിലയിൽ മുനി പിന്നെയും വളരെ നാളുകൾ ശൂലത്തിൽ കിടന്നു. വിവരം രാജാവ് അറിഞ്ഞു. അദ്ദേഹം മന്ത്രിമാരോടുകൂടി മുനിയുടെ അടുത്തെത്തി. രാജാവ് അറിയാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പ് കൊടുക്കണമെന്ന് മുനിയോട് കേണപേക്ഷിച്ചു. മുനി പ്രസാദിച്ചു. അദ്ദേഹം രാജാവിനു മാപ്പ് കൊടുത്തു. മഹർഷിയുടെ ശരീരത്തിൽ നിന്ന് ശൂലം എടുത്തു കളയാൻ രാജാവ് കൽപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ശൂലം ഊരിയെടുക്കാൻ കഴിഞ്ഞില്ല. എത്ര ശ്രമിച്ചിട്ടും ശൂലം ശരീരത്തിൽ നിന്ന് ഊരി വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിന്നിരുന്ന ശൂലഭാഗം മുറിച്ചു കളഞ്ഞു. അതിൽ പിന്നെ ഉള്ളിൽ തങ്ങി നിന്നിരുന്ന ശൂലത്തോടെയാണ് മാണ്ഡവ്യമുനി സഞ്ചരിച്ചിരുന്നത്. ശൂലത്തിൻ്റെ മുന ശരീരത്തിലേന്തി സഞ്ചരിക്കുകയാൽ അദ്ദേഹം അണിമാണ്ഡവ്യൻ എന്ന പേരിലും അറിയപ്പെട്ടു. ശൂലത്തിൻ്റെ മുകളിൽ കിടന്നപ്പോഴും അദ്ദേഹം തപസ് ചെയ്യുകയായിരുന്നു. തന്മൂലം അദ്ദേഹം മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ പുണ്യങ്ങൾ നേടി. ദേഹത്യാഗം ചെയ്തു കഴിഞ്ഞ് അദ്ദേഹം യമധർമ്മപുരിയിലെത്തി. അവിടെ ധർമാസനത്തിലിരുന്ന ധർമ്മദേവനെ കണ്ടു മാണ്ഡവ്യൻ ദേഷ്യത്തോട് ചോദിച്ചു, ശൂലത്തിലേറ്റുന്ന ശിക്ഷ അനുഭവിക്കത്തക്കവണ്ണം ഞാൻ എന്ത് പാപമാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുക. എൻ്റെ തപോബലം കാണിച്ചു തരാം. യമധർമ്മം പറഞ്ഞു, ബലവാനായിരിക്കുമ്പോൾ ചെറിയ പക്ഷികളെ പിടിച്ച് അതിൻ്റെ വാലിൽ നീ കൂർത്ത കല്ലുകൾ കോർത്തിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ അണിമാണ്ഡവ്യൻ്റെ കോപം വർദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, അറിവില്ലാത്ത ബാല്യകാലത്ത് ചെയ്യുന്നതൊന്നും അധർമ്മമല്ല. നിസ്സാര കുറ്റത്തിന് വലിയ ശിക്ഷയാണ് നീ വിധിച്ചത്. നീ അതുകൊണ്ട് ശൂദ്ര സ്ത്രീയിൽ മനുഷ്യനായി ജനിക്കും. 14 വയസ്സുവരെയുള്ള ബാലന്മാർ ചെയ്യുന്ന പ്രവർത്തികളൊന്നും മേലിൽ പാപകാരണമല്ലാതാകുന്നു എന്ന് ഞാൻ വിധിക്കുന്നു. അതുകൊണ്ടാണ് 14 വയസ്സുകളുടെ വരെയുള്ള കുട്ടികൾ ചെയ്യുന്ന കർമ്മങ്ങൾ പാപമല്ലതായി മാറുന്നത്. ഇത് മാണ്ഡവ്യമുനിയുടെ ശാപമാണ്. ഈ ശാപത്താൽ യമധർമ്മന് ഭൂമിയിൽ മനുഷ്യനായി ജനിക്കേണ്ടി വന്നു. അദ്ദേഹം അംബികയുടെ ദാസി പുത്രനായി ജനിച്ചു. ഇപ്രകാരം ധർമ്മരാജാവിൻ്റെ അംശ അവതാരമായി ജനിച്ച ആളാണ് വിദുരൻ. അദ്ദേഹം എല്ലാ വിദ്യകളിലും അസാധാരണമായ പാണ്ഡിത്യവും പ്രാവീണ്യവും സമ്പാദിച്ചു. ധർമ്മശാസ്ത്രത്തിലും രാജനീതികളിലും മറ്റുള്ളവരെ ഉപദേശിക്കത്തക്ക പാണ്ഡിത്യം വിദുരർക്ക് ഉണ്ടായിരുന്നു. ധൃതരാഷ്ട്രർ, പാണ്ഡു, വിദുരൻ എന്നീ 3 ബാലന്മാരും ഒരച്ഛൻ്റെ മക്കളായി തന്നെ വളർന്നു വന്നു. ഭീഷ്മർ അവരെ സ്വന്തം പുത്രന്മാരെ പോലെ പരിലാളിച്ചു. വേണ്ടവിധത്തിൽ വിദ്യാഭ്യാസം ചെയ്യിച്ചു. വേദം, ധനുർവിദ്യ, ഗദ, ചർമ്മം, അഗ്നിയുദ്ധം, ഗജശിക്ഷ, നീതിവിദ്യ, ഇതിഹാസം, പുരാണശിക്ഷ എന്നിവയിൽ അവർ 3 പേരും ഒരുപോലെ പ്രാവീണ്യം നേടി. ധൃതരാഷ്ട്രർ എല്ലാവരെക്കാളും ശക്തനായിരുന്നു. അമ്പും വില്ലും കൊണ്ടുള്ള പ്രയോഗത്തിൽ പാണ്ഡു പ്രാമുഖ്യം നേടി. വിദുരരെ വെല്ലുന്ന ധർമ്മജന്മാർ അന്ന് വിണ്ണിൽ ഉണ്ടായിരുന്നില്ല. വാടിക്കരിഞ്ഞുവെന്ന് കരുതിയിരുന്ന കുരുവംശം പുഷ്ടമായി. ധൃതരാഷ്ട്രർ അന്ധനായതുകൊണ്ട് പാണ്ഡു രാജാവായി. രാജകുമാരന്മാർക്ക് വിവാഹപ്രായമായി. ഭീഷ്മർ അവരുടെ വിവാഹം നടത്താനുള്ള ആലോചന തുടങ്ങി. ഗാന്ധാര രാജാവായ സുബലനു ഗാന്ധാരി എന്നൊരു പുത്രിയുണ്ടെന്നും അവളെ ധൃതരാഷ്ട്രരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നും ഭീഷ്മൻ ആഗ്രഹിച്ചു. വിവരം സുബലനെ അറിയിച്ചു. എന്നാൽ ധൃതരാഷ്ട്രൻ അന്ധനാണെന്നുള്ള മനപ്രയാസം സുബലനുണ്ടായിരുന്നു. പക്ഷേ കുരുവംശത്തിൻ്റെ പ്രസിദ്ധിയുടെ അടിസ്ഥാനത്തിൽ സുബലൻ അവസാനം വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ ധൃതരാഷ്ട്രൻ ഗാന്ധാരിയെ വിവാഹം കഴിച്ചു. തൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആൾ അന്ധനാണെന്ന് അറിഞ്ഞയുടനെ ഗാന്ധാരി ഒരു പട്ടെടുത്ത് മടക്കി തൻ്റെ കണ്ണു മൂടിക്കെട്ടി കണ്ണിൻ്റെ കാഴ്ച മറച്ചു. ഭർത്താവിനേക്കാൾ കൂടുതലായി തനിക്ക് ഒരു മേന്മയും വേണ്ടെന്ന് തീരുമാനിച്ചാണ് അപ്രകാരം ചെയ്തത്. അവർ ജീവിത അവസാനം വരെ അന്ധയെപ്പോലെ തന്നെ കഴിച്ചുകൂട്ടി. അവർക്ക് ശകുനി എന്നൊരു സഹോദരനുണ്ടായിരുന്നു. ഇരുവരും അർത്ഥശാസ്ത്രത്തിൽ നൈപുണ്യം നേടിയിരുന്നു.
ഗാന്ധാരി സുശീലയും സുപരിചിതയുമായിരുന്നു. പാതിവൃത്യം പരമധർമ്മമായി അവർ കരുതി. കുന്തിക്ക് ലഭിച്ച മന്ത്രസിദ്ധിയുണ്ട്. ശൂരസേനൻ എന്ന യാദവ രാജാവിന് വാസുദേവൻ എന്നൊരു പുത്രനും പൃഥ എന്നൊരു പുത്രിയും ഉണ്ടായിരുന്നു. കുന്തി ഭോജൻ എന്ന രാജാവ് ശൂരസേനൻ്റെ സഹോദരി പുത്രനായിരുന്നു. അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. തനിക്ക് ആദ്യം ജനിക്കുന്ന പുത്രിയെ കുന്തി ഭോജന് ദത്തായി കൊടുക്കാമെന്ന് ശൂരസേനൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് പ്രഥമ പുത്രിയായ വൃതയെ ശൂരസേനൻ കുന്തി ഭോജന് നൽകി. തന്മൂലം വൃത കുന്തി ഭോജൻ്റെ കൊട്ടാരത്തിൽ വളരുകയും അവൾക്ക് കുന്തി എന്ന പേര് ലഭിക്കുകയും ചെയ്തിരുന്നു. കുന്തി ഭോജൻ്റെ കൊട്ടാരത്തിൽ വരുന്ന ബ്രാഹ്മണ അതിഥികളെ പൂജിക്കുന്ന ചുമതല കുന്തിക്കായിരുന്നു. ഒരിക്കൽ ദുർവാസാവ് മഹർഷി കൊട്ടാരത്തിലെത്തി. കുന്തി അദ്ദേഹത്തെ യഥോചിതം പൂജിച്ചു പരിചരിച്ചു. മഹാഗോപിയും ഉഗ്ര തപോധനുമായ മഹർഷി കുന്തിയിൽ പ്രീതനായി. കുന്തിയുടെ ഭാവി ആ തപോധനൻ്റെ മനോമുകുരത്തിൽ തെളിഞ്ഞു. അദ്ദേഹത്തിന് അവളിൽ കരുണ തോന്നി. ദുർവാസാവ് കുന്തിയോട് പറഞ്ഞു, വത്സേ, ഞാൻ നിനക്ക് ഒരു മന്ത്രം ഉപദേശിച്ചു തരാം. ഈ മന്ത്രം ജപിച്ചു നീ ഏതു ദേവനെ ആഗ്രഹിക്കുന്നുവോ ആ ദേവൻ്റെ പ്രീതി കൊണ്ട് നിനക്ക് പുത്രനുണ്ടാകും. ഇത് ഭാവിയിൽ നിനക്ക് ഉപകാരമായി തീരും. ദുർവാസാവ് മഹർഷി പോയ ശേഷം കുന്തി ഉപദിഷ്ടയായ മന്ത്രത്തെ വേണ്ടത്ര ജപിച്ചു സിദ്ധി വരുത്തി. മന്ത്രത്തിൻ്റെ ശക്തി പരീക്ഷിക്കാനുള്ള കൗതുകം കുന്തിയിൽ ഉളവായി. ജിജ്ഞാസയായ അവൾ ശയനമുറിയിൽ പ്രവേശിച്ച് മന്ത്രം ജപിച്ചുകൊണ്ട് സൂര്യഭഗവാനെ ആവാഹിച്ചു. ക്ഷണനേരത്തിനുള്ളിൽ കുന്തിയുടെ മുറി പ്രഭാപൂരിതമായി. അവൾ പരിഭ്രമിച്ചു. പ്രഭാപടലത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന തേജസ്വിയായ സൂര്യഭഗവാനെ അവൾ കണ്ടു. അവൾ ഭയസംഭ്രമങ്ങളോടെ ആ തേജപുഞ്ചൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രണമിച്ചു. ഭാസ്കരദേവൻ പറഞ്ഞു, അല്ലയോ സുന്ദരി, നീ ഭയപ്പെടേണ്ട. നിന്റെ ആഗ്രഹപ്രകാരം നിനക്കൊരു പുത്രനെ നൽകാനായി ഞാൻ വന്നതാണ്. കുന്തി ഭീഷണനായി പറഞ്ഞു, ഭഗവാനെ, ഞാൻ ദുർവാസാവ് മുനി ഉപദേശിച്ച മന്ത്രം പരീക്ഷിക്കാനായി അങ്ങേ ആഹ്വാനം ചെയ്തതാണ്. അറിവില്ലാത്ത ഈ അബലയുടെ അവിവേകത്താൽ ക്ഷമിച്ചാലും. സൂര്യദേവൻ, ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ട് വന്നവനാണ്. എൻ്റെ ദർശനം വിലയേറിയതാണ്. അത് നിഷ്ഫലമാകാൻ പാടില്ല. പ്രതാഹ്വാനത്തിൽ നിനക്ക് ദോഷമുണ്ടാകും. നീ ഭീരുവാകേണ്ടതില്ല. വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ. കുന്തി മടിച്ചു നിന്നു. അവൾ ലജ്ജിച്ചു മുഖം കുനിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, ദേവ, ഞാനൊരു കന്യകയാണ്. പുത്രലബ്ധി കൊണ്ട് എൻ്റെ കന്യകത്വം നഷ്ടപ്പെടും. പിന്നീട് എൻ്റെ അച്ഛൻ്റെയും ബന്ധുക്കളുടെയും മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? സൂര്യഭഗവാൻ പറഞ്ഞു, അക്കാര്യമോർത്ത് നീ വിഷമിക്കേണ്ട. എന്നിൽ നിന്ന് നിനക്കൊരു പുത്രൻ ജനിച്ചാലും നിനക്ക് കന്യകത്വം നഷ്ടപ്പെടുകയില്ല. അവൻ കവച കുണ്ടങ്ങൾ ധരിച്ചുകൊണ്ടായിരിക്കും ജനിക്കുന്നത്. സൂര്യഭഗവാൻ കുന്തിയെ മാറോട് ചേർത്ത് സ്നേഹം തലോടി വാരിപ്പുണർന്നു. അതിനുശേഷം അദ്ദേഹം അമ്പരവീതിയിലേക്ക് പോവുകയും ചെയ്തു. കുന്തിക്ക് ഉടൻ തന്നെ ഒരു ശിശു ജനിച്ചു. ജനിക്കുമ്പോൾ തന്നെ കവചകുണ്ടലങ്ങൾ ധരിച്ചിരുന്ന കാന്തിമയനായിരുന്നു അവൻ. അവൻ്റെ കാതിലെ കുണ്ടലങ്ങൾ സൂര്യകാന്തിക്ക് തുല്യമായി തിളങ്ങി. കുന്തിക്ക് മനസ്സമാനം നഷ്ടപ്പെട്ടു. അപവാദം ഭയപ്പെട്ട് കുഞ്ഞിനെ ഒളിപ്പിച്ചു. കുഞ്ഞിനെ എന്തു ചെയ്യണമെന്ന് ആലോചനയായി. ദാസിയുടെ സഹായത്തോടെ കുട്ടിയെ ഒരു പേടകത്തിലാക്കി നദിയിലൊഴുക്കി. നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന അതിരഥൻ എന്നൊരു തേരാളിയുടെ കയ്യിൽ പേടകം അകപ്പെട്ടു. അത് തുറന്നു നോക്കിയപ്പോൾ കവചകുണ്ടലാദികൾ ധരിച്ച ഒരു കോമള ബാലൻ. അയാൾ വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയെ രാധയെ ഏൽപ്പിച്ചു. അവർക്ക് കുട്ടികളില്ലായിരുന്നതിനാൽ ഈ കുഞ്ഞിനെ സ്വന്തം പുത്രനായി കരുതി വളർത്തി. കവചല കുണ്ടലാദികളായ, അതായത് സ്വർണം, രത്നം മുതലായവ കൊടുത്ത് ജനിക്കയാൽ അവന് വസുഷേണൻ എന്ന് പേരിട്ടു. രാധയും സൂതനും കൂടി അവനെ ഓമനിച്ചു വളർത്തി. രാധയുടെ പുത്രൻ എന്ന നിലയിൽ അവൻ രാധയൻ എന്നറിയപ്പെട്ടു. രാധയൻ കർണൻ എന്ന പേരിലാണ് പിന്നീട് പ്രശസ്തനായത്. മന്ത്രശക്തി കൊണ്ട് പുത്രനുണ്ടായെങ്കിലും കന്യാകത്വം നഷ്ടപ്പെടാത്ത കുന്തി കാന്തിമതിയായ ഒരു കുമാരിയായി. അവൾ സൽഗുണ സമ്പന്നയായിരുന്നു. കുന്തി ഭോജൻ മകളുടെ സ്വയംവരം നിശ്ചയിച്ചു. അവരുടെ സൗന്ദര്യത്തെപ്പറ്റിയും സഭാഗുണത്തെപ്പറ്റിയും കേട്ടറിഞ്ഞ രാജാക്കന്മാരെല്ലാം സ്വയംവരത്തിനെത്തി. ആ കൂട്ടത്തിൽ പാണ്ഡവും വന്നു ചേർന്നിരുന്നു. കുന്തിയെ അഴിച്ചൊരുക്കി തോഴിമാരുടെ അകമ്പടിയോടെ കുന്തി ഭോജൻ വിവാഹ മണ്ഡപത്തിലിരുന്ന രാജാക്കന്മാരുടെ നടുവിലേക്ക് ആനയിച്ചു. രാജതാരങ്ങളുടെ മധ്യേ താരനാഥനെ പോലെ പ്രശോഭിച്ച തേജസ്വിയായ പാണ്ഡുവിനെ കണ്ടപ്പോൾ കുന്തിയുടെ അന്തരകത്തിൽ കുളിർ കോരിയിട്ടു. അവൾ അദ്ദേഹത്തിൻ്റെ ആകർഷനായി വർണ്ണമാല്യം അദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ടു. പിന്നീട് യഥാവധി വിവാഹം നടത്തിയിട്ട് പാണ്ഡു കുന്തിയെ ഹസ്തിനപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാണ്ഡുവിന് ഒരു വിവാഹം കൂടി നടത്തണമെന്ന് ഭീഷ്മർ തീരുമാനിച്ചു. മദ്ര രാജാവിനു സാധുശീലിയായ ഒരു സഹോദരിയുണ്ടെന്ന് ഭീഷ്മർ അറിഞ്ഞു.
മാദ്രി എന്നു പേരോടുകൂടിയ രാജകുമാരിയെ പാണ്ഡുവിന് നൽകണമെന്ന് മന്ത്രരാജാവ് ഭീഷ്മനോട് സമ്മതിച്ചു. ഉടൻ തന്നെ അവരുടെ വിവാഹവും നടത്തി. 2 ഭാര്യമാരോടും കൂടി പാണ്ഡു ഹസ്തനപുരിയിൽ സൗമ്യമായി പാർത്തു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പാണ്ഡു ദിഗ്വിജയത്തിനായി പുറപ്പെട്ടു. ഭീഷ്മനും ധൃതരാഷ്ട്രനും മറ്റു കുരു പൊങ്കവന്മാരും അദ്ദേഹത്തെ ആശീർവദിച്ചു യാത്രയാക്കി. ദാശരണം, മഗധ, മിഥില, കാശി, സുമ്മം, പുണ്ടദ്രം തുടങ്ങിയ രാജ്യങ്ങളിൽ പോയി അവിടെയുള്ള രാജാക്കന്മാരെയെല്ലാം പാണ്ഡു കീഴടക്കി. അവരെല്ലാം പാണ്ഡുവിൻ്റെ സാമന്തന്മാരായി. സ്വർണം, രത്നം, വെള്ളി, പവിഴം തുടങ്ങിയ വിശിഷ്ട വസ്തുക്കൾ അവർ പാണ്ഡുവിന് കാഴ്ചവെച്ചു. പാണ്ഡു എണ്ണമറ്റ ദ്രവ്യവുമായി വിജയശ്രീ ലളിതനായി ഹസനപുരിയിൽ തിരിച്ചെത്തി. ഭീഷ്മൻ ആനന്ദബാഷ്പം പൊഴിച്ചു കൊണ്ട് പുത്രനെ തലോടി. പൗരജനങ്ങൾ ഹർഷ ആരവത്തോടെ രാജാവിനെ സ്വീകരിച്ചു. ഇനിയും ഒട്ടും വൈകാതെ വിതുരൻ്റെ വിവാഹം നടത്തണമെന്ന് ഭീഷ്മൻ നിശ്ചയിച്ചു. ദേവകൻ എന്ന രാജാവിന് ശൂദ്രസ്ത്രീയിൽ ജനിച്ച ഒരു പുത്രിയുണ്ടെന്ന് ഭീഷ്മൻ അറിഞ്ഞു. അവൾ സുന്ദരിയും സൽഗുണ സമ്പന്നയുമായിരുന്നു. അവൾ വിതുരന് അനുരൂപയായ വധുവായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ഭീഷ്മൻ വിതുരനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചു. സർവഭൗമനായി ഹസ്തിനപുരത്ത് രാജകൊട്ടാരത്തിൽ സുഖലോലുപവുമായി കഴിച്ചുകൂട്ടിയ പാണ്ഡു മൃഗയാ വിനോദത്തിനായി കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം വനത്തിലെത്തി താവളമടിച്ചു. മൃഗയാ വിനോദത്തിൽ ഏർപ്പെട്ടു. ഒരു ദിവസം നായാട്ടിനിടയിൽ ഒരു കലമാൻ അദ്ദേഹത്തിൻ്റെ ഇണയോട് ചേരുന്ന അവസരത്തിൽ പാണ്ഡു കലമാനെ എയ്തു വീഴ്ത്തി. ആ കലമാൻ തപശക്തിയുള്ള ഒരു മുനിപുത്രനായിരുന്നു. അമ്പുകൊണ്ട് താഴെ വീണ കലമാൻ മനുഷ്യസ്വരത്തിൽ പറഞ്ഞു, അല്ലയോ പാണ്ഡു, നീ ക്രൂരവും നിന്ദ്യവുമായ പ്രവൃത്തിയാണ് ചെയ്തത്. മൂഢാത്മാക്കൾ പോലും ഇത്തരം നീചകൃത്യങ്ങൾ ചെയ്യുകയില്ല. ധർമാനുഷ്ഠാനത്തിന് പ്രസിദ്ധി പെറ്റ കുരുവംശത്തിലെ അംഗമാണല്ലോ നീ. ഇപ്പോൾ നീ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞാൻ എന്തധർമ്മമാണ് ചെയ്തത്? രാജാവ് മൃഗായ വിനോദത്തിനിടയിൽ ഒരു മൃഗത്തിൻ്റെ നേർക്ക് അമ്പെയ്തു എന്നതിൽ എന്ത് ധർമ്മക്കേടാണുള്ളത്? പാണ്ഡു ചോദിച്ചു. കലമാൻ പറഞ്ഞു, ശത്രുക്കളിൽ തന്നെ ആയാലും തഞ്ചവും തരവും നോക്കാതെ ആരും ശരം പ്രയോഗിക്കാറില്ല. വധിക്കേണ്ട സന്ദർഭത്തിൽ ചെയ്യുന്ന വധമേ ശ്രേഷ്ഠമായിരിക്കുകയുള്ളൂ. പാണ്ഡു ചോദിച്ചു, വീരന്മാർ കൗശല പ്രയോഗത്തിൽ തെറ്റും ശരിയും നോക്കാതെ കൊല്ലാറില്ലേ? പിന്നെ നീ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്? കലമാൻ പറഞ്ഞു, മാൻ ഒരു ശാന്തജീവിയല്ലേ? അത് കാട്ടിൽ വെച്ച് ഇണചേരുന്നത് തെറ്റാണോ? ഇണചേരാൻ എല്ലാ ജീവികൾക്കുമുള്ള സ്വഭാവമല്ലേ? യാതൊരു കുറ്റവും കാണിക്കാത്ത എന്നെ നീ വധിക്കുക. കാരണം ഞാനിതാ നിന്നെ ശപിക്കുന്നു. ഞാൻ തപസ്ഥിതിയുള്ള ഒരു മുനിയാണ്. കിന്തമാന്ത എന്നാണ് എൻ്റെ പേര്. മൃഗരൂപം കൊണ്ട് കാമിയാക്കി നിൽക്കുന്ന എന്നെ വധിക്കുകയാൽ നീ സ്ത്രീയെ പ്രാപിക്കുന്ന സമയത്ത് നിന്റെ ജീവൻ അവസാനിക്കട്ടെ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴും ശരം കൊണ്ട് അവശനായ ആ കലമാൻ മരിച്ചു. പാണ്ഡു ദുഃഖത്തിൻ്റെ പടുകുഴിയിൽ പതിച്ചു. അദ്ദേഹം ജീവിതത്തെ വെറുത്തു. തൻ്റെ പൂർവികരിൽ ചിലർ ചെയ്തതുപോലെ എല്ലാം ഉപേക്ഷിച്ച് തപസ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഈ വിവരം മനസ്സിലാക്കിയപ്പോൾ കുന്തിയും മാദ്രിയും അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. അദ്ദേഹം എവിടെ പോയാലും എന്തു ചെയ്താലും അവരെ കൂടി ഭാഗവാക്കുകളാക്കുമെന്ന് അവർ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. പാണ്ഡു എല്ലാം ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. സൈന്യത്തെയും ഭൃത്യഗണങ്ങളെയും ഹസ്തിനപുരത്തിലേക്കും എല്ലാം മടക്കി അയച്ചു. താൻ വാനപ്രസ്ഥം സ്വീകരിച്ചു വനത്തിൽ കഴിഞ്ഞുകൂടാനാണ് ആഗ്രഹിക്കുന്നതെന്ന് എല്ലാവരെയും അറിയിക്കുന്നതുമായും ഏർപ്പാട് ചെയ്തു. പാണ്ഡുവിൻ്റെ തീരുമാനം അറിഞ്ഞപ്പോൾ എല്ലാവരും ദുഃഖിച്ചു. സഹോദരനെപ്പറ്റി ചിന്തിച്ച് ആഹാരാധികാരങ്ങളിൽ താല്പര്യമില്ലാത്ത ധൃതരാഷ്ട്രൻ കഴിച്ചുകൂട്ടിയെങ്കിലും അദ്ദേഹം രാജ്യഭാരം കയ്യേറ്റു. പാണ്ഡുവും ഭാര്യമാരും കൂടി ഫലമൂലങ്ങൾ മാത്രം ഭക്ഷിച്ച് വനത്തിൽ കഴിച്ചുകൂട്ടി. അവർ ഹിമാലയം, ഗാന്ധവധാനം തുടങ്ങിയ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് അവസാനം ശതശൃംഗത്തിലെത്തി. അവിടെ അനവധി സന്യാസന്മാർ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. പാണ്ഡുവും അവിടെ താമസിച്ച് തപസ് ചെയ്തു. ശതശൃംഗത്തിലുള്ള താപസന്മാരെല്ലാം പാണ്ഡുവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു. ചിലർക്ക് അവർ സഹോദരനായി, ചിലർക്ക് അവർ ഉറ്റ സുഹൃത്തായിരുന്നു, മറ്റു ചിലർ അവനെ പുത്രനെപ്പോലെ സ്നേഹിച്ചു. ഒരു ദിവസം പാണ്ഡു മുനിമാരോട് പറഞ്ഞു, ഹേ പൂജ്യരേ, സന്താനങ്ങളില്ലാത്തവർക്ക് സ്വർഗത്തിലെത്താൻ വഴിയില്ല. അതോർത്ത് ഞാൻ ദുഃഖിക്കുന്നു. മുനിമാർ പാണ്ഡുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഭവൻ ദുഃഖിക്കരുത്. ഞങ്ങൾ ദിവ്യചക്ഷസ്സുകൾ കൊണ്ട് എല്ലാം കണ്ടിരിക്കുന്നു. ദേവതുല്യരായ സൽപുത്രന്മാർ ഭവാനുണ്ടാവും. അങ്ങ് ഒട്ടും വിഷമിക്കേണ്ട. ഇപ്രകാരം മുനിമാർ പറഞ്ഞത് കേട്ടപ്പോൾ പാണ്ഡുവിന് സമാധാനമായി. എങ്കിലും മുനിശാപം മൂലം ക്രിയാത്മകമായ നാശം സംഭവിച്ചിരിക്കുന്ന തനിക്ക് എപ്രകാരമാണ് പുത്രലബ്ധി ഉണ്ടാകുക? അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. ഒരു ദിവസം കുന്തിയെ വിളിച്ച് അടുത്തിരുത്തി പാണ്ഡു പറഞ്ഞു, പ്രിയേ, മുനിശാപം മൂലം എനിക്ക് സന്തതി നഷ്ടമായിരിക്കുകയാണ്. യജ്ഞം, ദാനം, തപസ്, നിയമം എന്നിവയൊന്നും പുത്രനില്ലാത്തവനെ ശുദ്ധി വരുത്തുവാൻ മതിയാവുകയില്ല. ഈ ചിന്ത എപ്പോഴും എന്നെ പീഡിപ്പിക്കുന്നു. പല വിധത്തിൽ പുത്രനെ നേടണമെന്ന് വിധിയുണ്ട്. അതുകൊണ്ട്
സമന്മാരിൽ നിന്നോ ഉത്തരന്മാരിൽ നിന്നോ നീ സന്താനം തേടുക. ആപത്തിൽ അങ്ങനെ ആകാമെന്ന് മനു പറയുന്നത് നീ ഭയപ്പെടേണ്ടതില്ല, മടിക്കേണ്ടതുമില്ല. പക്ഷേ കുന്തിക്ക് പാണ്ഡുവിൻ്റെ അഭിപ്രായം സ്വീകരിക്കാൻ താല്പര്യമില്ലായിരുന്നു. പാണ്ഡുവിൽ നിന്നല്ലാതെ പുത്രൻ ജനിപ്പിക്കാൻ അവൾക്കൊട്ടും ഇഷ്ടമല്ലായിരുന്നു. പാണ്ഡു പിന്നെയും കുന്തിയെ നിർബന്ധിച്ചു. പുരാണ ഇതിഹാസങ്ങൾ ഉദാഹരിച്ചു. പുത്രന്മാരില്ലാത്ത രാജാക്കന്മാർ പുത്രന്മാരെ സമ്പാദിക്കുകയും അങ്ങനെയുള്ള പുത്രന്മാർ ശ്രേഷ്ഠമായി തീരുകയും ചെയ്ത കഥകൾ പാണ്ഡു കുന്തിയോട് പറഞ്ഞു. സൗദാസൻ എന്ന രാജാവ് വസിഷ്ഠ മഹർഷിയെ കൊണ്ട് തൻ്റെ ഭാര്യ ദമയന്തിയിൽ പുത്ര ഉൽപാദനം നടത്തിയ ചരിത്രം കൂടി അദ്ദേഹം കുന്തിയോട് പറഞ്ഞു. അദ്ദേഹം തുടർന്നു, എൻ്റെ ജന്മം തന്നെ എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? വ്യാസമഹർഷിയിൽ നിന്നാണ് കുരുവംശം നിലനിർത്താൻ വേണ്ടി ഞങ്ങളെ ജനിപ്പിച്ചത്. പ്രിയേ, നിന്റെ ഭർത്താവ് പറഞ്ഞ ഭാര്യ അനുസരിക്കണമെന്നാണ് ദേവജ്ഞാനികൾ ഉറപ്പിച്ചു പറയുന്നത്. വിശേഷിച്ചും പുത്രനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താവ് സന്താന ലബ്ധിക്കു വേണ്ട മാർഗം ചിന്തിച്ചു പറഞ്ഞാൽ ഭാര്യ അത് അനുസരിക്കുക തന്നെ വേണം. അനുസരിക്കാതിരിക്കുന്നത് അധർമ്മമാണ്. ഞാൻ നിന്നോട് കേണു വീണ് അപേക്ഷിക്കുന്നു, നീ എൻ്റെ വാക്കുകൾ കേൾക്കുക. ജതാപസമുഖ്യന്മാരിൽ നിന്നും കീർത്തിമത്തന്മാരായ പുത്രന്മാരെ ജനിപ്പിച്ചു തരിക. പാണ്ഡുവിൻ്റെ ആഗ്രഹത്തിന് വഴങ്ങാൻ കുന്തി നിർബന്ധിതയായി. പാണ്ഡു ദുർവസാവ് തനിക്ക് നൽകിയ മന്ത്രോപദേശത്തിൻ്റെ വിശദമായി പാണ്ഡുവിനെ ധരിപ്പിച്ചു. എന്നാൽ കർണൻ്റെ ജനനത്തെപ്പറ്റി ഒന്നും തന്നെ അവൾ പാണ്ഡുവിനോട് പറഞ്ഞില്ല. ദുർവസാവ് നൽകിയ മന്ത്രോ ഉപദേശത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ പാണ്ഡു അത്യന്തികം സന്തോഷിച്ചു. പുത്രലബ്ധിക്കുള്ള പ്രയാസങ്ങൾ തരണം ചെയ്തു കഴിഞ്ഞുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കുന്തി പറഞ്ഞു, പ്രഭു, ഭവാന്റെ ആജ്ഞയോടുകൂടി ഞാൻ മന്ത്രം ജപിച്ചു ഒരു ദേവനെ ആവാഹിക്കാം. ആ ദേവനിൽ നിന്ന് നമുക്കൊരു പുത്രനുണ്ടാകും. ഏതു ദേവനെയാണ് ആവാഹിക്കേണ്ടതെന്ന് അങ്ങ് ആജ്ഞാപിച്ചാലും. പാണ്ഡു, കുന്തി, നീ യമധർമ്മനെ ആവാഹിക്കുക. ആ ദേവനിൽ നിന്നുണ്ടാകുന്ന പുത്രൻ ഏറ്റവും ധർമ്മൻ ഉള്ളവനായി തീരും. ധർമ്മൻ നമുക്ക് നൽകുന്ന പുത്രൻ ഒരിക്കലും അധർമ്മം ചെയ്യുകയില്ല. കുന്തി മന്ത്രം ജപിച്ചു യമധർമ്മനെ ആവാഹിച്ചു. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അവളുടെ അവിഷ്ടം സാധിച്ചു കൊടുത്തു. കുന്തിക്കൊരു പുത്രൻ ജനിച്ചു. ആ സമയത്ത് ഒരു അശരീരി കേട്ടു, ഇവൻ ധർമ്മിഷ്ഠന്മാരിൽ ശ്രേഷ്ഠന്മാരായി തീരും. ഇവൻ സത്യസന്ധനും വീരനുമായ യോദ്ധാവുമായി തീരും. യുധിഷ്ഠിരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവൻ 3 ലോകങ്ങളിലും പ്രശസ്തമായി തീരും. യുധിഷ്ഠിരൻ്റെ ജനനം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് അതിശക്തനായ ഒരു പുത്രനെ കൂടി വേണമെന്ന് പാണ്ഡുവിന് മോഹം തോന്നി. അദ്ദേഹം കുന്തിയോട് പറഞ്ഞു, കുന്തി, ക്ഷത്രിയർക്ക് ഭൂഷണമായിട്ടുള്ളത് കായിക ശക്തിയാണ്. ആകയാൽ അമിത ബലവാനായ ഒരു പുത്രനെ നേടുക. കുന്തി വായു ഭഗവാനെ ആവാഹിച്ചു. വായുപുത്രനായ ഭീമൻ ജനിച്ചു. അപ്പോഴും ഒരു അശരീരി ഉണ്ടായി. ഇവൻ സർവശക്തിയിലും ശക്തനായി തീരും. ഭീമൻ ജനിച്ചതിൻ്റെ 10-ാം ദിവസം കുന്തി ഭീമനെ മടിയിൽ വെച്ചുകൊണ്ട് ഒരു പാറപ്പുറത്തിരുന്ന് മുല കൊടുക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു വ്യാഘ്രം കുന്തിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കടുവയെ കണ്ട് ഭയപ്പെട്ട കുന്തി ചാടി എഴുന്നേറ്റു. കുഞ്ഞ് അവളുടെ മടിയിൽ നിന്ന് പാറപ്പുറത്ത് വീണു. പാറ ഛിന്നഭിന്നമായി പൊട്ടിത്തകർന്നു. കുഞ്ഞിന് ഒന്നും സംഭവിച്ചില്ല. കുന്തിയും പാണ്ഡുവും ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. 2 പുത്രന്മാരുണ്ടായിട്ടും പാണ്ഡുവിന് തൃപ്തി തോന്നിയില്ല. ലോകശ്രേഷ്ഠനായ ഒരു പുത്രനുണ്ടാകണമെന്നായിരുന്നു പിന്നീടുള്ള ആഗ്രഹം. അദ്ദേഹം അതേപ്പറ്റി ഗാഢമായി ആലോചിച്ചു. മനുഷ്യരെയും ദേവന്മാരെയും ഒരുപോലെ വെല്ലുന്നതിന് കഴിവുള്ള ഒരു പുത്രനെ ലഭിക്കുന്നതിന് വേണ്ടി ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്താനായി പാണ്ഡു ഉഗ്രമായി തപസ് ചെയ്തു. ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. പാണ്ഡുവിൻ്റെ അഭിഷ്ടം സാധിക്കുമെന്ന് അനുഗ്രഹിച്ചു. പാണ്ഡു വിവരം കുന്തിയോട് പറഞ്ഞു. അവൾ മന്ത്രം ജപിച്ച ദേവേന്ദ്രനെ ആവാഹിച്ചു. ദേവേന്ദ്രൻ കുഞ്ഞിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കുന്തിക്ക് ദേവേന്ദ്രനിൽ നിന്നും ഒരു പുത്രൻ ജനിച്ചു. തത്സമയം ഒരു അശരീരി ഉണ്ടായി. കുന്തി, നീ നിന്റെ പുത്രൻ ശിവതുല്യ പരാക്രമനാണ്. ഇന്ദ്രനെപ്പോലെ അജയ്യനാണ്. ഇവൻ രാജാക്കന്മാരെയെല്ലാം കീഴടക്കി കുരുവംശത്തിന് പ്രസിദ്ധി ഉണ്ടാക്കി കൊടുക്കും. ഇവൻ ജാമാജ്ഞ പരശുരാമൻ സമനാണ്. വിഷ്ണുവിനെ പോലെ പരാക്രമനാകും. ശങ്കരനെ പ്രീതനാക്കി പാശുപതാസ്ത്രം നേടും. അസ്ത്രവിദ്യയിൽ ഇവനെ ജയിക്കാൻ മറ്റാർക്കും സാധ്യമല്ല. പാർത്ഥന്റെ ജനന സമയത്ത് ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി. ദേവന്മാരും മഹർഷികളും സ്തുതിഗീതങ്ങൾ പാടി. ഗന്ധർവന്മാർ തമ്പുരുമീട്ടി. അപ്സരസുകൾ നൃത്തമാടി. ഇതെല്ലാം കണ്ടപ്പോൾ ശതശൃംഗത്തിൽ തപസ് ചെയ്തിരുന്ന മുനിമാർ അത്ഭുതപ്പെട്ടു. അവർക്ക് പാണ്ഡുവിനോടുള്ള കുന്തിയോടുമുള്ള ബഹുമാനാദരങ്ങൾ വർദ്ധിച്ചു. കുന്തിക്ക് 3 പുത്രന്മാരായി. ഇതിനിടയ്ക്ക് ഗാന്ധാരിക്ക് 100 പുത്രന്മാർ ജനിച്ചുവെന്നുള്ള വിവരം മാദ്രി അറിഞ്ഞു. തനിക്കും പുത്രന്മാരൊന്നും ഇല്ലാത്തതിനാൽ മാദ്രി അത്യധികം ദുഃഖിച്ചിരുന്നു. മാദ്രിയുടെ ഹൃദയാവസ്ഥ മനസ്സിലാക്കിയ പാണ്ഡു ഒരു ദിവസം കുന്തിയോട് പറഞ്ഞു, നിനക്ക് സന്താനലബ്ധിയിൽ ഞാൻ അതിവസ സന്തുഷ്ടനാണ്. എന്നാൽ മാദ്രിക്ക് പുത്ര ദുഃഖം വലുതായിട്ടുണ്ട്. അവൾക്ക് പുത്രനുണ്ടാകുന്നതിനുള്ള അവളെ സഹായിക്കുക. കുന്തി അതിനു സമ്മതിച്ചു. അവൾ മാദ്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, മാദ്രി, നിനക്ക് ഇഷ്ടമുള്ള ദേവനെ നീ ചിന്തിക്കുക. ഞാൻ മന്ത്രം ജപിച്ച് ആവാഹിക്കാം.
നിനക്ക് ആ ദേവനിൽ നിന്ന് സന്താനമുണ്ടാക്കാം. മാദ്രി അശ്വിനി ദേവകളെയാണ് സ്മരിച്ചത്. ഇരട്ടകളായ അവരിൽ നിന്നും ഗർഭം ധരിച്ച് മാദ്രി ഇരട്ട കുട്ടികളാണ് പ്രസവിച്ചത്. അസാധാരണമായ സൗന്ദര്യത്തിൻ്റെ ഉടമകളായിരുന്നു ഈ കുട്ടികൾ. കുട്ടികളെല്ലാം ശതശൃംഗത്തിലെ മുനിമാരുടെ നേതൃത്വത്തിൽ പേരിടൽ കർമ്മം നടത്തി. കുന്തിയുടെ മക്കൾക്ക് യഥാക്രമം യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ എന്നീ പേരുകൾ നൽകി. മാദ്രിയുടെ പുത്രന്മാരിൽ ആദ്യം പിറന്നവന് നകുലനെന്നും രണ്ടാമത് പിറന്നവന് സഹദേവനെന്നും പേരിട്ടു. കുട്ടികൾ പഞ്ചപാണ്ഡവരമായി ശതശൃംഗത്തിൽ വളർന്നു. അവർ പഞ്ചനക്ഷത്രത്തെ പോലെ ശോഭിച്ചു. ഇതിനിടയ്ക്ക് ഗാന്ധാരിക്ക് 100 പുത്രന്മാരുണ്ടായി. അതിൽ ഏറ്റവും മൂത്തത് ദുര്യോധനനായിരുന്നു. അവനും ഭീമനും ഒരേ ദിവസമാണ് ജനിച്ചത്. ഗാന്ധാരിക്ക് 100 പുത്രന്മാർ ജനിക്കാനിടയായത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. കുന്തി യുധിഷ്ഠിരനെ ഗർഭം ധരിക്കുന്നതിന് 1 വർഷം മുമ്പ് ഒരു ദിവസം വേദവ്യാസൻ ഹസ്തിനപുരിയിലെത്തി. കൊട്ടാരത്തിൽ വന്ന് ഗാന്ധാരിയെയും ധൃതരാഷ്ട്രനെയും കണ്ടു. വ്യാസനെ ഗാന്ധാരി വേണ്ട വിധം സൽക്കരിച്ചു, സന്തോഷിപ്പിച്ചു. അദ്ദേഹം അവളെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഭർത്താവിൽ നിന്നും 100 പുത്രന്മാർ ഉണ്ടാകട്ടെ. ഗാന്ധാരി ഗർഭം ധരിച്ചു. ആ ഗർഭം 2 വർഷത്തോളം അവൾ കൊണ്ടു നടന്നു. എന്നിട്ടും പ്രസവിച്ചില്ല. അവൾക്ക് വിഷാദമായി. അപ്പോഴാണ് കുന്തിക്ക് രാജസപ്രഭാവനായ ഒരു പുത്രൻ ജനിച്ചുവെന്നുള്ള വിവരം ഗാന്ധാരി അറിഞ്ഞത്. ഗാന്ധാരി തൻ്റെ വയറ്റിന് ഹേമദണ്ഡകുണ്ഡമിതത്തിൽ മർദ്ദിച്ചു. അപ്പോൾ ഇരുമ്പിൻ കിട്ടം പോലെ ഒരു മാംസപിണ്ഡത്തെ അവൾ പ്രസവിച്ചു. ഈ വൃത്താന്തം മനസ്സിലാക്കിയ വ്യാസൻ അവിടെ എത്തി. ഗാന്ധാരി കാട്ടിയ അവിവേകത്തെപ്പറ്റി കുറ്റപ്പെടുത്തി. ഗാന്ധാരി പറഞ്ഞു, കുന്തി ഒരു പുത്രനെ പ്രസവിച്ചു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. 2 വർഷത്തോളമായിട്ടും പ്രസവിക്കാതെ കട്ടിയയക്കുന്ന വയറ്റിലിനെ ഞാൻ മർദ്ദിച്ചു. ഈ മാംസക്കട്ടയാണ് പ്രസവിച്ചത്. 100 മക്കളുണ്ടാകുമെന്നാണല്ലോ ഭഗവാൻ പറഞ്ഞത്. വ്യാസൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യമാണ്. എൻ്റെ വാക്ക് ഒരിക്കലും തെറ്റുകയില്ല. ഉടൻ തന്നെ 100 കുടങ്ങൾ തയ്യാറാക്കി അതിൽ നെയ്യ് നിറയ്ക്കുക. മാംസക്കട്ട തണുത്ത വെള്ളം കൊണ്ട് കഴുകി അതിൽ വയ്ക്കുക. വെള്ളം കൊണ്ട് കഴുകിയപ്പോൾ ആ മാംസക്കട്ട 100 തകർന്നു. പെരുവിരൽ തുമ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഉൾപ്പെടെ ആകെ 101 കഷ്ണങ്ങളായി. 100 സ്വർണ്ണക്കുടങ്ങളിലായി മാംസക്കട്ടയുടെ കഷ്ണങ്ങൾ നിറയ്ക്കുവാൻ ഗാന്ധാരി വിചാരിച്ചു. എനിക്ക് ഒരു പുത്രി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് മനോദൃഷ്ടിയെ വ്യാസൻ മനസ്സിലാക്കി. 100 കുടങ്ങൾ നിറച്ചു കഴിഞ്ഞപ്പോൾ ശേഷിച്ച ഒരു ചെറിയ കഷ്ണം മറ്റൊരു കുടത്തിൽ നിറച്ചു. 101 കുടങ്ങളിലും ഭദ്രമായി സൂക്ഷിക്കുവാൻ ഏർപ്പാട് ചെയ്തു. വ്യാസൻ പറഞ്ഞു, വത്സേ, നീ ഇനിയും അവിവേകമൊന്നും കാട്ടരുത്. നിനക്ക് ഒരു പുത്രി വേണമെന്ന് നീ ആശിച്ചില്ലേ? 101 കുടത്തിൽ നിന്ന് നിനക്ക് ഒരു പുത്രിയെ ലഭിക്കും. വ്യാസൻ അപ്രത്യക്ഷനായി. ഗാന്ധാരിക്ക് സമാധാനമായി. കുന്തി ഭീമസേനനെ പ്രസവിച്ചതിൻ്റെ തലേ ദിവസം രാത്രിയിൽ 1ാമത്തെ കുടം പൊട്ടി. 1ാമത്തെ പുത്രനായ ദുര്യോധനൻ പിറന്നു. അതിനുശേഷം ഒരു ദിവസം ഒരു കുടം എന്ന കണക്കിന് മറ്റു കുടങ്ങളെല്ലാം പൊട്ടി ഓരോ കുഞ്ഞു പിറന്നു. അങ്ങനെ 100 പുത്രന്മാർ ഉണ്ടായി. 101ാമത്തെ കുടത്തിൽ നിന്ന് പിറന്നത് ഒരു പുത്രിയായിരുന്നു. ദുര്യോധനൻ്റെ ജനസമയത്ത് പല ദുർനിമിത്തങ്ങളും കാണുകയുണ്ടായി. ഭയങ്കരമായി കൊടുങ്കാറ്റ് വീശി. ദിക്കുകളിലൊക്കെ അഗ്നി കത്തിജ്വലിച്ചു. അനവസരത്തിൽ കുറുക്കന്മാർ ഓരിയിട്ടു. അപ്രതീക്ഷമായി ഇടിയും മിന്നലും ഉണ്ടായി. ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രൻ ഭീഷ്മ വിതുരന്മാരെയും മറ്റു വിപ്രന്മാരെയും വരുത്തി അവരോട് ചോദിച്ചു, നമ്മുടെ വംശത്തിൽ യുധിഷ്ഠിരനാണ് രാജപുത്രന്മാരിൽ മൂത്തവൻ. അവൻ രാജാവാകും, സംശയമില്ല. അവനുശേഷം ഇവൻ രാജാവാകുമോ? രാജാവ് ഇപ്രകാരം ചോദിച്ച സമയത്തും അശുഭകരമായ പല ദുർനിമിത്തങ്ങളും കാണുകയുണ്ടായി. തന്മൂലം വിതുരനും വിപ്രന്മാരും പറഞ്ഞു, ഘോരമായ ദുർനിമിത്തങ്ങൾ കാണുകയാൽ ഇവൻ ഈ കുലവും നാടും മുടിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവനെ ഉടൻ തന്നെ ഉപേക്ഷിക്കണം. ശേഷിച്ച 99 പുത്രന്മാരെ കൊണ്ട് ഭഗവാന് തൃപ്തനാവണം. ധർമ്മം നോക്കുമ്പോൾ ഒരു കുലത്തിനു വേണ്ടി ഒരുത്തരെ ഉപേക്ഷിക്കാം, ഒരു രാജ്യത്തിനു വേണ്ടി ഒരു ഗ്രാമം ഉപേക്ഷിക്കാം, ഒരാത്മാവിനു വേണ്ടി ഭൂമിയെ തന്നെ ഉപേക്ഷിക്കാം. എന്നാൽ പുത്രസ്നേഹം മൂലം ധൃതരാഷ്ട്രർ അവരുടെ ഉപദേശം സ്വീകരിച്ചിരുന്നില്ല. ഗാന്ധാരി ഗർഭിണിയായി അവശതയിലായിരുന്ന 2 വർഷക്കാലം ധൃതരാഷ്ട്രരെ ശുശ്രൂഷിച്ചിരുന്നത് ഒരു വൈശ്യസ്ത്രീയായിരുന്നു. പ്രസ്തുത സ്ത്രീയിൽ ധൃതരാഷ്ട്രന് ഒരു പുത്രനുണ്ടായി. അവൻ്റെ പേര് യൂയൂസു എന്നായിരുന്നു. അവൻ ഏലക്കാലവും അച്ഛനെ പരിചരിച്ചും ശുശ്രൂഷിച്ചും കൊണ്ട് അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. അവസാനം മഹാഭാരത യുദ്ധം ആരംഭിക്കുമ്പോൾ യൂയൂസു ദുര്യോധന പക്ഷത്തു നിന്ന് മാറി യുധിഷ്ഠിരനോട് ചേർന്നു. ദുര്യോധനൻ സുയോധനൻ എന്നുകൂടി പേരുണ്ടായിരുന്നു. അവൻ്റെ അനുജന്മാർക്ക് ദുശാസനൻ, ദുർമുഖൻ, ജലസന്ധൻ, സഹൻ, സാമ്പൻ, വിന്ദൻ, ദുഷ്പ്രഹസൻ, ദുർമദൻ, ദുഷ്കർണൻ, വികർണൻ, ദുഷ്പ്രദർശൻ തുടങ്ങിയ പേരുകളുണ്ടായിരുന്നത്. 101ാമതായി ജനിച്ച പുത്രിക്ക് ദുശള എന്നും പേരിട്ടു. പാണ്ഡുവിൻ്റെയും മരണം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഹാഭാരതത്തിൽ.
ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രക്ക് 100 പുത്രന്മാർ ഉണ്ടായവരും അറിഞ്ഞപ്പോൾ പാണ്ഡു സന്തോഷിച്ചു. കുന്തിക്കും സന്തോഷമായി. അവളും ഗാന്ധാരിയും ഉറ്റ സുഹൃത്തുക്കളായി ബന്ധം പുലർത്തിയിരുന്നു. പാണ്ഡു തൻ്റെ 5 പുത്രന്മാരും ഒരുമിച്ച് ശതശൃംഗത്തിൽ തന്നെ തുടർന്നും താമസിച്ചു വന്നു. ഒരു വസന്തകാലത്ത് പാണ്ഡു മാദ്രിയുമൊത്ത് വനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. പരിമളം പരത്തുന്ന പുഷ്പങ്ങളും അതിൽ നിന്ന് മധു ഉണ്ണാനായി നടക്കുന്ന മധുവടന്മാരും സംഗീത ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന പക്ഷികളുടെ കളകൂജനവും മറ്റും കാണുകയും അനുഭവിക്കുകയും ചെയ്തപ്പോൾ പഞ്ചബാണ ശരമേറ്റ് വിവശനായ പാണ്ഡു തന്നോടൊപ്പമുണ്ടായിരുന്ന മാദ്രിയിൽ ആസക്തനായി അവളെ പ്രാപിച്ചു. മുനിയുടെ ശാപമോർത്ത് പാണ്ഡുവിനെ മാദ്രി അതിൽ നിന്ന് വിലക്കാൻ ശ്രമിച്ചുവെങ്കിലും രാജാവ് ആഗ്രഹം നിറവേറ്റുവാൻ തന്നെ ചെയ്തു. പാണ്ഡു മുനിശാപത്തെപ്പറ്റി ചിന്തിച്ചില്ല. വിധി അദ്ദേഹത്തിൻ്റെ ജീവനെ അതിൻ്റെ കരങ്ങളാൽ അമർത്തി. പാണ്ഡു കാലപുരകി പോയി. പ്രാണൻ പോയ രാജാവിനെ കെട്ടിപ്പിടിച്ചു മാദ്രി വാവിട്ട് കരഞ്ഞു. കുന്തി അത് കേട്ട് ഓടിയെത്തി. തൻ്റെ പ്രിയതമൻ മരിച്ചു കിടക്കുന്നത് കണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. ഭർത്താവിനോടൊപ്പം ചിതയിൽ ചാടി മരിക്കുന്നതിന് തയ്യാറാക്കിയ കുന്തിയെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് മാദ്രി പറഞ്ഞു, ഞാൻ എത്രയോ എതിർത്തിട്ടും അത് വകവയ്ക്കാതെ അദ്ദേഹം എന്നെ പ്രാപിച്ചത്. ഇത് ദൈവഗതിയാണ്. നമുക്കെങ്ങനെ അത് തടയാൻ കഴിയും? നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ചുമതലയുണ്ട്. അതിന് എന്നെക്കാൾ കൂടുതൽ കഴിവുള്ള ജ്യേഷ്ഠത്തിയാണ്. ആകയാൽ അത് ചെയ്യുക. ഞാൻ അദ്ദേഹത്തെ അനുവദിക്കുക. മാദ്രി പാണ്ഡുവിൻ്റെ ചിതയിൽ ചാടി അദ്ദേഹത്തോടൊപ്പം പരലോകം പൂകി. ശതശൃംഖത്തിലുണ്ടായിരുന്ന മുനിമാരെല്ലാം പാണ്ഡുവിൻ്റെ ദേഹവിയോഗത്താൽ അതീവയായി ദുഃഖിച്ചു. കുന്തിയെയും മക്കളെയും തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായി അവർ കരുതി. പാണ്ഡുവിൻ്റെ ജഡം സംസ്കരിച്ചു. ചിതാഭസ്മം ഒരു പേടകത്തിലാക്കി കുന്തിയെയും പുത്രന്മാരെയും കൂട്ടി മുനിമാർ ഹസ്തിനപുരിയിലെത്തി. ധൃതരാഷ്ട്രരും ഭീമരും വിതുരരും മറ്റും ചേർന്ന് മുനിമാരെ ആദരവോടെ സ്വീകരിച്ചു. അവർ പാണ്ഡുവിൻ്റെ ചരമവൃത്താന്തം, മാദ്രിയുടെ അഗ്നിപ്രവേശവും മറ്റും എല്ലാവരെയും വിവരിച്ചു കേൾപ്പിച്ചു. ഭൗതികാവശിഷ്ടവും പാണ്ഡുപുത്രന്മാരെയും ധൃതരാഷ്ട്രരെയും ഏൽപ്പിച്ചിട്ട് മുനിമാർ മറഞ്ഞു. രാജോചിതമായ ആഡംബരങ്ങളോടും ചടങ്ങുകളോടും ഭൗതികാവശിഷ്ടം ഗംഗാതീരത്തുള്ള ശ്മശാനത്തിൽ സംസ്കരിച്ചു. പിന്നീട് ഉദയക്രിയകളും നടത്തി. കർമ്മങ്ങളെല്ലാം നടത്തുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ കരഞ്ഞു കരഞ്ഞു വിങ്ങിയിരുന്നു. ജ്ഞാനികളായ ഭീഷ്മനും വിതുരൻ പോലും ദുഃഖം സഹിക്കാൻ കഴിയാതെ കടിച്ചമർത്തുകയായിരുന്നു. അംബാലിക അയ്യോ പൊന്നുമകനെ എന്ന് വിളിച്ചു വാവിട്ടു കേണു. സത്യവതി കിടന്ന കിടപ്പിൽ തളർന്നു കിടന്നു. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വളരെയേറെ ദുഃഖിച്ചു. പുലയാചരണം 12 ദിവസം നീണ്ടു നിന്നു. ആ ദിനങ്ങളിൽ പാണ്ഡവരും ബന്ധുക്കളും നിലത്ത് കിടന്നു. പാണ്ഡവരോടുള്ള സഹതാപത്താൽ നാട്ടുകാരും അക്കാലങ്ങളിൽ നിലത്ത് കിടന്നുറങ്ങി. പാണ്ഡുവിൻ്റെ മരണം അത്രത്തോളം ആഘാതമാണ് ഹസ്തിനപുരിയിൽ ഉണ്ടാക്കിയത്. നാട്ടുകാർ സ്വന്തം ബന്ധു മരിച്ചതുപോലെ അനുശോചിച്ചു. പാണ്ഡുവിൻ്റെ മരണവാർത്തയറിഞ്ഞ് വേദവ്യാസൻ ഹസ്തിനപുരിയിലെത്തി. അദ്ദേഹം അമ്മയെ കണ്ടു. സത്യവതി അപ്പോഴും ദുഃഖത്തിലാണ്ട് കിടക്കുകയായിരുന്നു. വ്യാസൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, കാലത്തിൻ്റെ ഗതി മാറി വരികയാണ്. ധർമ്മക്രിയാചാരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുരുക്കളുടെ ദുർനീതി വർദ്ധിച്ചു. ഊഴി നശിക്കും. അമ്മ അതൊന്നും കാണാതിരിക്കുന്നതാണ് നല്ലത്. വനത്തിൽ പോയി തപസ് ചെയ്യുന്നതാണ് അമ്മയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത്. സത്യവതി അതിന് സമ്മതിച്ചു. അംബികയും അംബാലികയും അമ്മയെയും അനുകൂലിച്ചു. അവർ മൂവരും കാട്ടിലേക്ക് പുറപ്പെട്ടു. ആ ദേവിമാർ ഘോരമായി തപസ് ചെയ്തു ദേഹത്യാഗം ചെയ്യുകയും മോക്ഷം നേടുകയും ചെയ്തു. അടുത്തത് ഹസ്തിനപുര വാസമാണ്. മഹാഭാരതത്തിൻ്റെ ഈ പരമോന്നതമായ ഇതിഹാസത്തിൻ്റെ വിവരണങ്ങളാണ് ഈ ഓണാട്ടുകര പെരുമ എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കഴിവിൻ്റെ പരമാവധി വീഡിയോ കുറച്ച് ഓഡിയോ മാത്രം ശ്രദ്ധിച്ച് നിങ്ങളേവരും ഈ ഓഡിയോ സന്ദേശം മഹാഭാരതം നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേട്ടെങ്കിലും മനസ്സിലാക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ദയവായി നിങ്ങളേവരും മഹാഭാരതത്തിൻ്റെ ഈ ഉത്തരപർവവും മഹാഭാരതം പൂർണ്ണമായിട്ടും ഘട്ടം ഘട്ടമായി ഓണാട്ടുകര പെരുമ എന്ന ഈ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന വീഡിയോകളെല്ലാം കേൾക്കാനും കാണാനും ഒപ്പം ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം നമ്മുടെ ഇതിഹാസമാണ് മഹാഭാരതം. ഇനി അടുത്ത ഹസ്തിനപുരവാസം ആണ്. പ്രധാനപ്പെട്ട വിവരണങ്ങളിലേക്ക് ഇനി കടക്കാൻ പോവുകയാണ്. ആ സമയത്ത് നിങ്ങൾ തീർച്ചയായും അടുത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതട്ടെ. കാലചക്രം മുന്നോട്ടുരുണ്ട്. പാണ്ഡുവിൻ്റെ മരണം കൊണ്ടുണ്ടായ ദുഃഖം മറക്കാട്ടാറിലൂടെ ഒഴുകിപ്പോയി. കുന്തിയും പാണ്ഡവന്മാരും ഹസ്തിനപുരിയിൽ താമസമാക്കി. ധൃതരാഷ്ട്രരുടെ രക്ഷകർത്തത്തിനും ഭീമൻ്റെയും വിതുരൻ്റെയും മേൽനോട്ടത്തിലും അവർ അങ്ങനെ വളർന്നു. ഹസ്തിനപുരയിൽ സന്തോഷത്തോടെ ബാല്യകാലങ്ങൾ ചിലവഴിച്ചിരിക്കുന്ന ദുര്യോധനന്മാർക്കും
അതായത് പഞ്ചപാണ്ഡവർക്കും കൗരവർക്കും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുന്നതും അവർ തമ്മിലുള്ള ഓരോ പ്രശ്നങ്ങൾ ബാല്യകാലത്ത് ഉണ്ടാകുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് അടുത്ത വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി.